US-ഇസ്രയേൽ സംയുക്താക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. ഇന്നലെ രാവിലെ ഓഫീസിൽ ഉന്നതതല യോഗം ചേരുമ്പോഴാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. ഖമനേയിയുടെ മകൾ, പേരക്കുട്ടി, ഇറാന്റെ സൈനിക മേധാവി അബ്ദുൾ റഹീം മൗസാവി ഉൾപ്പെടെയുള്ളവരും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഖമനേയിയുടെ മരണത്തിൽ ദുഃഖാർത്തരായ ജനം ഇറാനിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണവും 7 ദിവസത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സായ്കുമാർ വിവരങ്ങളുമായി. സായ്കുമാർ, ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ജനങ്ങൾ തെരുവിൽ ഇറങ്ങുകയും പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഖമനേയിയുടെ മരണം രാജ്യത്തെ ഒന്നിപ്പിച്ചിരിക്കുകയാണോ? എന്താണ് ഇറാനിലെ തെരുവുകളിൽ കാണുന്നത്? സ്മൃതി, ഇറാനെ സംബന്ധിച്ച് അങ്ങേയറ്റം സങ്കടകരമായ വലിയ നഷ്ടമുണ്ടായ ഒരു ദിവസമാണ് എന്ന് അവരുടെ പരമോന്നത നേതാവും ഭരണാധികാരിയുമായ ആയത്തുള്ള അലി ഖമൈനി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്നലെ രാവിലെയാണ് ആ സംയുക്ത ആക്രമണം ഉണ്ടായത്. തെഹ്റാനിൽ ഒരു അടിയന്തര യോഗം ചേരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് കെട്ടിടത്തിലേക്ക് ഏകദേശം 30-ലധികം ബോംബുകൾ വർഷിച്ചുകൊണ്ട് ആ ഓഫീസ് കെട്ടിടവും അതിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും തകർന്ന് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ആക്രമണം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയത്. ആ ഘട്ടത്തിലൊക്കെ ഇറാൻ പറഞ്ഞിരുന്നത് ആയത്തുള്ള അലി ഖമൈനിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല, അദ്ദേഹം സുരക്ഷിതനായി തന്നെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ ഡൊണാൾഡ് ട്രംപാണ് ലോകത്തെ ആ വിവരം ആദ്യമായി അറിയിക്കുന്നത്. ലോകത്തെ ഏറ്റവും വിനാശകാരിയായ നേതാവ്, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാവ് ആയത്തുള്ള അലി ഖമൈനി ഇനിയില്ല, ഇതോടുകൂടി ആയുധം താഴെ വെക്കൂ എന്ന് ഇറാനോടുള്ള ആഹ്വാനവും പരിഹാസവും ഭീഷണിയുമൊക്കെ ഡൊണാൾഡ് ട്രംപ് നടത്തി. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഇറാൻ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. തൊട്ടുടനെ ആയത്തുള്ള അലി ഖമൈനിയുടെ പേരിൽ ഒരു എക്സ്പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പിന്നീട് മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരണം ഇറാൻ മാധ്യമങ്ങൾ നൽകുകയാണ്. അതിനുശേഷം ഇറാനിൽ ആകെ കണ്ടത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് 10,000-കണക്കിന് ആളുകൾ ആയത്തുള്ള അലി ഖമൈനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറാൻ പതാകയുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് വളരെ പ്ലാൻഡായി ഇറാനും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് എന്നാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്നത്. CIA കഴിഞ്ഞ കുറേ നാളുകളായി ആയത്തുള്ള അലി ഖമൈനിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. അവിടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും അമേരിക്കയുടെ ഉന്നമായിരുന്നു. അവരെല്ലാവരെയും ഒരുമിച്ച് കിട്ടുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഒരു പ്ലാൻ. അങ്ങനെ ആ ഒരു നിർണായക യോഗം തെഹ്റാനിൽ ചേരുന്നു എന്നുള്ള സൂചന കിട്ടിയതോടുകൂടി കൃത്യമായി തന്നെ ആ പദ്ധതി അമേരിക്ക നടപ്പിലാക്കി. അതിൽ ചെറിയ ആളുകളല്ല അവിടെ കൊല്ലപ്പെട്ടത്. ആയത്തുള്ള അലി ഖമൈനി, അവരുടെ പരമോന്നത നേതാവും ഭരണാധികാരിയും പ്രതിരോധ മന്ത്രിയായ അസീസ് നസീർ സാദെ, റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡറായ മുഹമ്മദ് പക്പോർ, ഖമൈനിയുടെ ഉപദേഷ്ടാവായ അലീം ഷംഖാനി, ഇറാന്റെ ഇന്റലിജൻസ് തലവനായ സലാഹ് ആസാദി, മിലിറ്ററി ചീഫായ മുഹമ്മദ് ഷിറാസ്, ഇങ്ങനെ പ്രധാനികളാണ് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ ആയത്തുള്ള അലി ഖമൈനിയുടെ മകളും ചെറുമകളും മരുമകനും അടക്കമുള്ള കുടുംബാംഗങ്ങളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ നഷ്ടം ഇറാനെ സംബന്ധിച്ച് ഉണ്ടായ ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായത്. ഇപ്പോഴും ഇറാൻ ആവർത്തിച്ചു പറയുന്നത് അവരുടെ സെക്യൂരിറ്റി കൗൺസിൽ അല്പം മുമ്പ് യോഗം ചേർന്നും വലിയ ഭീഷണി തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നൽകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ഞങ്ങൾ ഇതിനുള്ള മറുപടി നൽകും. അത് അമേരിക്കയുടെ സേനാവിന്യാസങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം തകർത്തായിരിക്കും തങ്ങളുടെ മറുപടി തുടരുകയും ചെയ്യുന്നുണ്ട്. സായ്കുമാർ, ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലോകവ്യാപക പ്രതിഷേധമുണ്ട്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ പ്രതിഷേധക്കാർക്ക് നേരെ ഇപ്പോൾ US സേന വെടിയുതിർത്തു എന്ന വാർത്തയിലേക്കാണ്. കറാച്ചി US കോൺസുലേറ്റിലെ സുരക്ഷാ സേനയാണ് വെടിയുതിർത്തത്. 30ഓളം പേർക്ക് വെടിയേറ്റു എന്നുള്ള വിവരം വരുന്നു. കോൺസുലേറ്റിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്.